വായു മലിനീകരണം രാജ്യതലസ്ഥാനത്ത് ഓരോ ദിവസവും അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദില്ലിയിലെ പുകമഞ്ഞിൽ ജനങ്ങൾ വലയുന്ന സാഹചര്യമാണ് ഓരോ ദിവസവുമുള്ളത്. വായുവിന്റെ ഗുണനിലവാരം മിക്കപ്പോഴും 300 മാർക്ക് കഴിഞ്ഞും ഉയരുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ ഇത്രയും മോശം അവസ്ഥയിലും ദില്ലിയിലെ ഒരു വീട്ടിൽ വായു ഗുണനിലവാരം ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ്. ദക്ഷിണ ദില്ലിയിലെ സൈനിക് ഫാംസ് പ്രദേശത്ത് താമസിക്കുന്ന പീറ്റർ സിംഗ്, നിനോ കൗർ ദമ്പതികളുടെ വീട്ടിലെത്തിയാൽ മതി. ഏറ്റവും ശുദ്ധമായ വായു നമുക്ക് ശ്വസിക്കാം. കാരണം ഈ വീട്ടിലെ വായു ഗുണനിലവാരം അഥവാ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 10നും 15നും ഇടയിലാണ്. 15,000-ഓളം ചെടികളാണ് ഈ വീട്ടിലുള്ളത്. ഒപ്പം വിപുലമായ സ്വയം സുസ്ഥിര സാങ്കേതിക വിദ്യയും ഇവിടെയുണ്ട്. മാത്രമല്ല, മലിനീകരണം മൂലം ആളുകൾ ഇത്രയധികം ബുദ്ധിമുട്ടനുഭവിക്കുമ്പോൾ ഈ വീടിനെ വ്യത്യസ്തമാക്കുന്ന മറ്റ് ചില സവിശേഷതകൾ കൂടിയുണ്ട്. പാരമ്പര്യ നിർമ്മാണ രീതിയാണ് ഈ വീട് കെട്ടാനായി ഉപയോഗിച്ചിരിക്കുന്നത്. സിമന്റിന് പകരം ചുണ്ണാമ്പ് കുഴച്ചുണ്ടാക്കിയ മിശ്രിതമാണ് ഇവിടെ കട്ടകളെ ചേർത്തു നിർത്താൻ ഉപയോഗിക്കുന്നത്. പെയിന്റുകളും പ്ലാസ്റ്ററുകളും എല്ലാം ഒഴിവാക്കി ചുണ്ണാമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന പ്രത്യേകതയും ഈ വീടിനുണ്ട്. മേൽക്കൂരയിൽ കോൺക്രീറ്റ് സ്ലാബുകൾക്കു പകരം സ്റ്റോൺ ടൈലുകളാണ് ഇവിടെ കാണാൻ കഴിയുക. ഇത്തരം നിർമ്മാണ രീതി മൂലം വീടിനുള്ളിലെ താപനിലയും കൃത്യമായ നിലയിലായിരിക്കും. ദില്ലിയിലെ വേനൽ മാസങ്ങളിലും ഇവിടെ വന്നാൽ കൂളറിനുള്ളിലിരിക്കുന്ന സുഖമായിരിക്കും. നിരവധി ചെടികളുള്ളതുമൂലം വീടിനുള്ളിൽ ശുദ്ധവായു മാത്രമാണുള്ളത്. ഇവിടം കൊണ്ടും തീരുന്നില്ല. സൗരോർജം ഉപയോഗിച്ചാണ് എല്ലാ ഉപകരണങ്ങളുടെയും പ്രവർത്തനം. ഈ വീട്ടുപരിസരത്ത് വീഴുന്ന ഒരു മഴത്തുള്ളിയും പാഴായി പോകാനും ഈ ദമ്പതികൾ സമ്മതിക്കില്ല. 15,000 ലിറ്റർ ടാങ്കിൽ ശേഖരിക്കുന്ന മഴവെള്ളം ചെടികൾ നനയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്നു. മാത്രമല്ല, ഇരുവർക്കും പുറത്തുനിന്നും പച്ചക്കറി വാങ്ങേണ്ട ആവശ്യവുമില്ലെന്നാണ് മറ്റൊരാശ്ചര്യമുണ്ടാക്കുന്ന കാര്യം. ഹരിയാനയിലും പഞ്ചാബിലും കുറ്റിക്കാടുകളും വൈക്കോലുകളും കത്തിച്ച് ദില്ലിയിലെ ഉൾപ്പെടെ വായുവിനെ മലിനീകരിക്കുമ്പോൾ ഓർഗാനിക് കമ്പോസ്റ്റ് ഉപയോഗിച്ചാണ് ഇത്തരം വേസ്റ്റുകൾ അവർ ഇല്ലാതാക്കുന്നത്. ഇങ്ങനെ വേസ്റ്റുകൾ വളമാക്കി കൂൺ കൃഷിക്ക് ഉപയോഗിക്കുകയാണ് ഈ ദമ്പതികൾ. നിനോയ്ക്ക് രക്താർബുദം പിടിപെട്ടതിനു ശേഷം ദില്ലിയിലെ മലിനമായ വായു ശ്വസിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയപ്പോഴാണ് ഇങ്ങനെയൊരാശയം പീറ്ററിനും നിനോയ്ക്കുമുണ്ടായത്. ഓൺലൈൻ ഡെസ്ക്, കൈരളി ന്യൂസ്.